മക്കളെ, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് ഓവർ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് നിങ്ങൾ പേടിക്കണം. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വർഷത്തെ ഇംഗ്ലീഷ് പരീക്ഷൻ്റെ കാര്യം കുറച്ചൊരു സംശയത്തിലാണുള്ളത്. കാരണം നമ്മുടെ മോഡൽ പരീക്ഷ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള സെക്ഷനൊന്നും ആയിരുന്നില്ല ഗ്രാമർ സെക്ഷനൊന്നും. ബാക്കിയുള്ള സെക്ഷൻ അല്ലേ തന്നെ വലിയ ടഫ് ആവാറില്ല. എന്നാൽ ക്രിസ്മസ് എക്സാമിൽ നോക്കുകയാണെങ്കിൽ ഓർമ്മയുണ്ടോ, നമ്മുടെ ഗ്രാമർ സെക്ഷനൊക്കെ കുറച്ച് നിങ്ങളെ കുഴപ്പിച്ച സെക്ഷനായിരുന്നു. അപ്പോൾ ഇതിൽ ഏതുപോലെയാണ് നമ്മുടെ പബ്ലിക് എക്സാം വരാൻ നമുക്ക് അറിയില്ല. പക്ഷെ എങ്ങനെ വന്നാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം വീണ്ടും നമ്മുടെ ഫോക്കസ് ഗ്രാമർ സെക്ഷനിലാണ്. സാർ എന്തുകൊണ്ടാണ് ഗ്രാമറിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം? കാരണം മക്കളെ ആലോചിച്ച് നോക്കിയോക്ക്, നിങ്ങളുടെ റീഡിങ് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോയത്തിൻ്റെ ആയിക്കോട്ടെ, അപ്രീസിയേഷൻ ആയിക്കോട്ടെ, പിന്നെ റൈറ്റിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കര ടഫാക്കാൻ പറ്റില്ല. ഈ ഭയങ്കര ടഫാക്കുകയാണെങ്കിൽ തന്നെ ഇവാലുവേഷനിൽ സിമ്പിളാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റിംഗ് സെക്ഷനിൽ ടഫായിട്ടുള്ളൊരു നോട്ടീസ് വന്നു, അങ്ങനത്തെ സാധനം ഇല്ല, വന്നു എന്ന് തന്നെ വിചാരിക്കാം. എന്തിനും ടഫായില്ലെന്ന് വിചാരിക്കാം. അല്ല എന്തെങ്കിലും നെറേറ്റീവ് ടഫായിട്ട് വന്നു, അതും വരാനില്ല, എന്നാലും വന്നു എന്ന് വിചാരിക്കാം. അത് ടഫായിട്ട് എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ ഓവറോൾ പൊതുവേ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വാലുവേഷനിൽ ഈസി ആക്കാൻ പറ്റും. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നതിന് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഗ്രാമർ ഇങ്ങനെയല്ല. ഗ്രാമർ ടഫാക്കാൻ ഭയങ്കര ഈസിയാണ്. ടഫായിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ അത്രയും ഫെമിലിയർ അല്ലാത്ത ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എഡിറ്റിങ്ങിലായിക്കോട്ടെ, നൗൺ ഫ്രേസും വെബ് ഫ്രേസും കാര്യമായിട്ട് ഉണ്ടാവില്ല, കോൺവെർസേഷനിൽ ചോദിക്കാം, പ്രപ്പോസിഷനിൽ ചോദിക്കാം. അങ്ങനെ ചോദിക്കാറുമുണ്ട്, നമ്മൾ ക്രിസ്മസ് എക്സാമിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടഫാക്കാൻ സാധ്യത എവിടെയുണ്ട്? ടഫാക്കുമോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഓപ്ഷൻസ് ഇല്ല. റൈറ്റിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഒരെണ്ണം ടഫായിട്ട് വന്നാൽ തന്നെ തൊട്ടടുത്ത് ചിലപ്പം വലിയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കത് എഴുതാവുന്നുള്ളൂ, സിമ്പിളാണ്. ഇപ്പോൾ റിവ്യൂ വന്നു, അപ്പുറത്തെ റൈറ്റപ്പ് ആണുള്ളത്. റിവ്യൂ നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ല, ആ ചാപ്റ്റർ നിങ്ങൾ ഫെമിലിയർ അല്ല, നിങ്ങൾ റൈറ്റപ്പ് എഴുതിക്കോ, ഓപ്ഷനുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഗ്രാമർ സെക്ഷനിൽ ഓരോ ഓപ്ഷൻ പോലും ഇല്ല. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്ത് കറക്റ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുള്ളൂ. മറ്റൊരു പ്രശ്നം എന്താണ്? പകുതിയായിട്ട് മാർക്ക് തരാൻ പറ്റില്ല. റൈറ്റിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം എഴുതിയാൽ പോലും എന്തെങ്കിലും മാർക്ക് ടീച്ചറിന് തരാൻ പറ്റും, എന്തെങ്കിലും മെറിറ്റ് ഉണ്ടെങ്കിൽ. ഗ്രാമറിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒന്നെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ തെറ്റ്, അതിൻ്റെ ഇടയിലുള്ള സംഗതിയില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഗ്രാമർ എന്താണ്, ഗ്രാമർ ടഫ് ആവാനുള്ള സാധ്യത മിക്ക സമയത്തും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് പറയും, സാർ ഗ്രാമർ ടഫായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം? ആൻസർ വളരെ ഓബ്വിയസ് ആണ്, പഠിച്ചിട്ടേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ മെത്തേഡൊന്നുമില്ല പരീക്ഷ ഈസി ആവാൻ വേണ്ടിയിട്ട്. പഠിക്കണം. എങ്ങനെ പഠിക്കണം? അതിന് ഒരു ബെസ്റ്റ് അവസരം നമ്മൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ലൈവിൽ വരിക, കംപ്ലീറ്റ് ഗ്രാമർ ഇന്നത്തെ ലൈവിൽ നമ്മൾ തീർക്കും. ഇപ്പോൾ എഡിറ്റിംഗ് ഉണ്ടാവുന്നതായിരിക്കും, കോൺവെർസേഷൻ ഉണ്ടാവുന്നതായിരിക്കും, റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടാവുന്നതായിരിക്കും, നൗൺ ഫ്രേസ് ഉണ്ടാവുന്നതായിരിക്കും, ഫ്രേസൽ വേർബ്സ് ഉണ്ടാകുന്നതായിരിക്കും. ക്രിസ്മസ് എക്സാമിലൊക്കെ കുറച്ച് ടഫായുള്ള ഫ്രേസൽ വേർബ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് അടിപൊളിയായി പഠിക്കും വിത്ത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ തിയറി നമ്മൾ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കില്ല. കാരണം ഇനിയും നമ്മളിങ്ങനെ തിയറി പഠിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് എക്സാം ടഫായിട്ടാണ് വരുന്നത്, ഈ തിയറി കൊണ്ടൊന്നും കാര്യം ഉണ്ടാകുന്നതിനാണ്. അവിടെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അതിങ്ങനെ ഒരു ഫ്ലോയിലാക്കണം. ഗ്രാമർ എന്ന് കേൾക്കുമ്പം നിങ്ങൾ ഗ്രാമറിലെ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ആൻസർ. ആ ലെവലിലാക്കാനുള്ള ഒരേ ഒരു അവസരം എന്നാണ്. കാരണം പരീക്ഷയുടെ തലേന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പരീക്ഷയുടെ തലേന്നുള്ള ദിവസങ്ങളിൽ പഠിക്കാത്ത ചാപ്റ്റർ പഠിക്കുക, പഠിക്കാത്ത പോയംസ് ഒന്ന് പഠിക്കുക, പഠിച്ച ചാപ്റ്റേഴ്സും പോയംസും ഒന്ന് റിവൈസ് ചെയ്യുക. അതേസമയം നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഫോർമാറ്റുകളൊക്കെ ഒന്ന് പഠിക്കുക, പിന്നെ അതിൻ്റെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതേ അവിടെ നടക്കുകയുള്ളൂ. അല്ലാണ്ട് ഗ്രാമറിൻ്റെ നിയമങ്ങളും പഠിച്ച് അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാനുള്ള സാവകാശം അപ്പോൾ ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ അതിനുള്ള അവസരം ഇന്ന് തന്നെയാണ്. അതുകൊണ്ട് ലൈവിൽ എല്ലാവരും വരണം, നിർബന്ധമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാം. കാരണം ഗ്രാമർ 21 മാർക്സിനാണ് വരുന്നത്. ആ 21 മാർക്സിൽ ഓപ്ഷൻ ഇല്ല, 21 മാർക്സിൽ പകുതി മാർക്സ് ഇല്ല. അത് കറക്റ്റായിട്ട് കിട്ടിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മനസ്സിലാക്കണം, കാര്യങ്ങൾ അത്ര കോമഡി അല്ല, കുറച്ച് സീരിയസ് ആണ്. സീരിയസ് ആയിട്ട് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം ലൈവിൽ കാണാം. ബൈ.